ഇറാന്റെ മിസൈൽ ദൈർഘ്യം യൂറോപ്പിലേക്കും വ്യാപിപ്പിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നത്. അഥവാ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചന നൽകിയിട്ടാണ് പൊടുന്നനെ ഇറാന്റെ ഈ നിലപാട് മാറ്റം എന്നാണ് സ്ഥിരീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക വ്യത്യസ്തമായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ ആയുധങ്ങളും യുദ്ധ വിമാനങ്ങളും അടക്കം വിന്യസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിന്യസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും ഇതിന് തുടർച്ചയായി തന്നെ വരുന്നു. അതായത് യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ചിട്ട് മറ്റൊരു യുദ്ധ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിന് സൂചന നൽകുന്നു എന്നുള്ളിടത്താണ് കാര്യം. ഇപ്പോൾ ഇറാന്റെ പറഞ്ഞ കണക്ക് പ്രകാരം യാഥാർത്ഥ്യമാണെങ്കിൽ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് അവരുടെ കൈവശത്തിലുള്ളത്, അഥവാ ഇറാനിൽ നിന്ന് ഇസ്രായേലിനെയൊക്കെ ആക്രമിക്കാൻ പാകത്തിലുള്ളത്. അത് 3000 കിലോമീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിൽ പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അത് ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, സ്പെയിന്, തുർക്കി, സൈപ്രസ്, ഗ്രീസ്, ബൾഗേറിയ, ബൽക്കൺ രാജ്യങ്ങൾ എന്നീ രാജ്യങ്ങളെല്ലാം ഇതിൽ പെരുന്നാണ്. UK, ജർമ്മനി, ഈ വ്യത്യസ്ത പിന്നെ അതോടനുബന്ധിച്ചുള്ള കുറച്ച് രാജ്യങ്ങളുടെ പേര് കൊണ്ട് പറയുന്നുണ്ട് ഈ 3000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് രണ്ട് നിലപാടിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയം എത്തിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററിലും കൂടുതലുള്ള ദൂരപരിധിയുള്ള മിസൈലുകൾ നിലവിൽ ഇറാന്റെ കൈവശത്തിലുണ്ട് എന്നാണ്. 5000 അതിൽ കൂടുതലോ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു 3000 എന്നുള്ളത് വന്നത് ഒരു യുദ്ധത്തിലേക്കുള്ള ഒരു ഒരുക്കത്തിൻ്റെ മുന്നോടിയായിട്ട് എന്നും വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കുകയാണ്, അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അമേരിക്ക അവരുടെ യുദ്ധവിമാനങ്ങൾ UK, അതായത് ബ്രിട്ടന്, ജർമ്മനി, ഇറ്റലി, മറ്റ് നാറ്റോയിലെ പ്രധാന രാജ്യങ്ങളിലേക്കെല്ലാം ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നു.